സംസ്കൃത സമൂഹമെന്ന നിലയിൽ തല കുനിച്ചു നിൽക്കേണ്ട അതിഗുരുതരമായ കുറ്റകൃത്യത്തിനാണ് പാലക്കാട് വാളയാർ വീണ്ടും സാക്ഷിയായിരിക്കുന്നത്. 8 വർഷം മുമ്പ് വാളയാർ അട്ടപ്പളത്ത് 2 സഹോദരിമാരുടെ മരണം നടന്നതിന് തൊട്ടപ്പുറത്താണ് ആൾക്കൂട്ടമർദ്ദനത്തിനിരയായി ഇതര സംസ്ഥാന തൊഴിലാളി കൊല്ലപ്പെട്ടത്. 2018-ൽ പാലക്കാട് അട്ടപ്പാടി മുക്കാലിക്കടുത്ത് കടുകുമണ്ണ ആദിവാസി ഊരിലെ മധുവിനെ മോഷണമാരോപിച്ച് ആൾക്കൂട്ട വിചാരണ നടത്തി മർദ്ദിച്ച് കൊന്നുകളഞ്ഞതിനേക്കാൾ ക്രൂരമായ കൊലപാതകമാണ് കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത്. ഛത്തീസ്ഗഡ് ബിലാസ്പൂർ സ്വദേശിയാണ് കൊല്ലപ്പെട്ട രാം നാരായണൻ ഭാഗേൽ. അമ്മയും സഹോദരങ്ങളും ഭാര്യയും 2 മക്കളുമുണ്ട് 31കാരന്. കഞ്ചിക്കോട് കിൻഫ്രയിൽ ജോലി തേടി ഒരാഴ്ച മുമ്പാണ് രാം നാരായണൻ പാലക്കാടെത്തുന്നത്. രാം നാരായണൻ മോഷ്ടാവല്ലെന്നും വഴിതെറ്റി അട്ടപ്പള്ളത്തെത്തിയതാകാമെന്നും സൗമ്യപ്രകൃതക്കാരനാണെന്നും ബന്ധു ശശികാന്ത് ഭാഗേൽ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. കള്ളനെന്നാരോപിച്ച് ഡിസംബർ 17-ന് ഉച്ചയ്ക്ക് 3 മണിയോടെ തുടങ്ങിയ മർദ്ദനം ഏകദേശം 2 മണിക്കൂറോളം നീണ്ടു. മർദ്ദിക്കുന്ന സമയത്ത് സ്ത്രീകൾ ഉൾപ്പെടെ 20ഓളം പേർ ചുറ്റിലുമുണ്ടായിരുന്നു. തലയ്ക്കും കഴുത്തിനും വയറ്റിലും ചവിട്ടുന്നതിന്റെയും വടികൊണ്ടടിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മർദ്ദിച്ചവർ തന്നെയാണ് വീഡിയോ പിടിച്ചതും പ്രചരിപ്പിച്ചതും. ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ അക്രമത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ 15ഓളം പേർക്ക് പങ്കുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. 5 പേർ ഇതിനകം അറസ്റ്റിലായിട്ടുണ്ട്. അട്ടപ്പാടിയിലെ മധുവിനെ കൊലപ്പെടുത്തിയതിനേക്കാൾ ഭീകരമാണിതെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത സർജൻ വെളിപ്പെടുത്തുന്നു. മണിക്കൂറുകൾ നീണ്ട ആൾക്കൂട്ട വിചാരണയ്ക്ക് പിന്നാലെ മൃഗീയമായ പീഡനങ്ങൾ നേരിട്ടാണ് രാം നാരായണൻ കൊല്ലപ്പെട്ടതെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പരിക്കില്ലാത്ത ഒരു സ്ഥലവും ശരീരത്തിൽ ശേഷിച്ചിരുന്നില്ല. കേരളത്തിൽ ഇത്തരം കൊലപാതകങ്ങൾ അപൂർവങ്ങളിലപൂർവമാണെന്നും പോലീസ് സർജൻ വിലയിരുത്തുന്നു. വൈകിയെത്തുന്ന നീതി ഇരകളുടെ മാത്രം പ്രശ്നമല്ല, സാമൂഹിക സ്വൈരജീവിതത്തിന്റെ കൂടി വിഷയമാണ്. ദളിത് വിഭാഗത്തിൽപ്പെട്ടയാളാണ് രാം നാരായണനും മധുവുമെന്നത് യാദൃച്ഛികമാണോ? നീ ബംഗാളിയല്ലേ, ബംഗ്ലാദേശിയല്ലേ എന്ന് ചോദിച്ചായിരുന്നു ആക്രമണം എന്ന് ദൃശ്യങ്ങളിൽ തെളിയുന്നു. കള്ളനല്ലേ എന്നതിനപ്പുറം ആ ചോദ്യത്തിന് ചില വംശീയ അടരുകളുണ്ട്. അത് ചെന്നെത്തുന്നത് അതീവ രോഗാതുരമായ സാമൂഹിക ക്രിമിനൽ മനസ്സുകളിലേക്കും അപരവിദ്വേഷത്തിലേക്കുമാണ്. വിവാദങ്ങൾക്കപ്പുറം ആൾക്കൂട്ട കൊലപാതകങ്ങൾ സമൂഹത്തെ മനുഷ്യത്വത്തിനായി നിലകൊള്ളാൻ പ്രേരിപ്പിക്കണം. സമാധാനത്തിനും നീതിക്കും വേണ്ടിയുള്ള ദൃഢപ്രതിജ്ഞയാണ് ഈ വിഷയത്തിൽ നമുക്ക് നടത്താവുന്ന ഏറ്റവും ശക്തമായ പ്രതികരണം. സംഭവങ്ങളുടെ ആവർത്തനം ഇനി ഇത്തരമൊരതിക്രമം ഉണ്ടാകാത്ത വിധം വിഷയത്തോട് പ്രതികരിക്കാൻ സമൂഹത്തെയും അധികൃതരെയും പ്രേരിപ്പിക്കണം. വംശീയ വിദ്വേഷം, വിഭാഗീയ ചിന്ത, സാമൂഹിക ക്രിമിനൽവത്കരണം, സോഷ്യൽ മീഡിയയിലെ വെറുപ്പ് പ്രചാരണം എന്നിവ അതിരുവിടുന്നുണ്ട്. മനുഷ്യരിൽ സഹിഷ്ണുതയും മാനവിക മൂല്യങ്ങളും സാഹോദര്യവും തിരിച്ചുകൊണ്ടുവരാൻ വേണ്ട നടപടികൾ കൂടിയെടുത്തില്ലെങ്കിൽ സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കപ്പെടും. ഒച്ചുവേഗത്തിൽ വൈകിയെത്തുന്ന നീതി ഇരകളുടെ മാത്രം പ്രശ്നമല്ല, സാമൂഹിക സ്വൈരജീവിതത്തിന്റെ കൂടി വിഷയമാണ്. വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകം മനുഷ്യത്വത്തോടുള്ള ക്രൂരമായ ആക്രമണമെന്ന നിലയിൽ കണ്ടാണ് പരിഹാര നടപടികളെടുക്കേണ്ടത്. അത് ഭരണകൂട സംവിധാനങ്ങളുടെ ധാർമ്മികതയുടെയും അനിവാര്യമായ ബാധ്യതയുടെയും കൂടി വിഷയമാണ്. സ്വൈരജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. നിക്ഷിപ്ത താൽപര്യങ്ങൾക്കായി അഴിച്ചുവിട്ട അപരവിദ്വേഷത്തിന്റെ ദുർഭൂതം ഭയാനകമായ സാമൂഹിക വിപത്തായി മാറിയിരിക്കുന്നു. കുറ്റകൃത്യങ്ങൾക്കെതിരെ വേഗത്തിലും നീതിബോധത്തോടെയും കർശനമായും നടപടിയുണ്ടാവണം.